അടുത്ത ക്വസ്റ്റ്യൻ ആണ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ദ ഫോളോവിംഗ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണെന്ന്. അതായത് സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. വി നോ ദാറ്റ് സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ഇത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? അതായത് എ പ്ലസ് 3a പ്ലസ് 5a പ്ലസ് 7a പ്ലസ് 11a പ്ലസ് 13a പ്ലസ് 15a പ്ലസ് 17a എന്ന് പറയുന്നത് 1 ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 81a എന്നാണ് കിട്ടുന്നത്. അപ്പൊ 81a എന്ന് പറഞ്ഞ 1 ആണ്. അപ്പൊ a എന്താണ്? 1/81. നമുക്ക് എയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞു. അടുത്ത് കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3 ആണ്. എന്താണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3? 3 വരെയുള്ള വാല്യൂ, പക്ഷെ 3 ഇല്ല. 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഇല്ല. അപ്പൊ P0, P1, P2. P0 എന്താണ്? ഇവിടെ എഫ് അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ F0, F1, F2 അതല്ലേ നല്ലത്. F0, F1, F2. എന്താണ് F0 എന്ന് പറഞ്ഞത്? A ആണ്. F1 3a ആണ്. F2 5a. ആദ്യം എന്ത് വരും? 9a. എയുടെ വാല്യൂ നമുക്കറിയാം 1/81 ആണ്. അപ്പൊ എന്താ ആൻസർ? 1/9 എന്ന് കിട്ടി. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വേരിയൻസ് ആണ്. വേരിയൻസ് കാണണമെങ്കിൽ എന്തിനാണ് ആദ്യം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് എഫ് ഓഫ് എക്സ് ആണ്. അതായത് എക്സും എഫ് ഓഫ് എക്സും കൂടെ ഇൻറ്റു ചെയ്ത് എല്ലാം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് എക്ക് വാല്യൂ കൊടുത്താൽ മതി. അപ്പൊ എന്താണ്? 0 × a. 0 × a ആണ് ആദ്യത്തത്. പ്ലസ് 1 × 3a. അടുത്തെന്താണ്? 2 × 5a. 3 × 7a. 4 × 9a. 5 × 11a. 6 × 13a. 7 × 15a. 8 × 17a. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 444a എന്നാണ് കിട്ടുന്നത്. എക്ക് വാല്യൂ അറിയാമല്ലോ. 444a എന്ന് കിട്ടും. എയുടെ വാല്യൂ എന്താണ്? 1/81 എന്നാണ്. അപ്പൊ /81. അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 5.48 എന്ന് കിട്ടും. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് കിട്ടിയത്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സിന്റെ സ്ക്വയർ എടുത്ത് എ ഇൻറ്റു ചെയ്യും. അപ്പൊ 0 സ്ക്വയർ × a പ്ലസ് അടുത്തത് 1 സ്ക്വയർ × 3a പ്ലസ് 2 സ്ക്വയർ × 5a പ്ലസ് 3 സ്ക്വയർ × 7a പ്ലസ് 4 സ്ക്വയർ × 9a പ്ലസ് 5 സ്ക്വയർ × 11a പ്ലസ് 6 സ്ക്വയർ × 13a പ്ലസ് 7 സ്ക്വയർ × 15a പ്ലസ് 8 സ്ക്വയർ × 17a. എക്സിന്റെ സ്ക്വയറും എഫ് ഓഫ് എക്സും കൂടെ ഇൻറ്റു ചെയ്തിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2796a ആണ്. എയുടെ വാല്യൂ അറിയാം 2796/81. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 34.5 എന്ന് കിട്ടും. അപ്പൊ ഈ വേരിയൻസ് കണ്ടുപിടിക്കാമല്ലോ. എന്താണ് വേരിയൻസിന്റെ ഫോർമുല? വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? 34.5 മൈനസ് 5.48ന്റെ സ്ക്വയർ. ഇത് ചെയ്യുമ്പോഴത്തേക്ക് 4.47 എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. തന്നിട്ടുള്ളത് CDF ആണ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഇതിലൊന്ന് PDF കണ്ടുപിടിക്കണം, സ്മാൾ എഫ് ഓഫ് എക്സ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ CDF കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടി പോകണമെങ്കിൽ അപ്പൊ തിരിച്ച് PDF എങ്ങനെ കണ്ടുപിടിക്കും? തിരിച്ച് കുറച്ച് വന്നാൽ മതിയല്ലോ. അതായത് ഇത് f(0) എന്ന് പറയുന്നത് ഈ ആദ്യമുള്ള ഇത് തന്നെയാണ്. അതായത് 0.05 തന്നെയാണ്. f1 എന്ന് പറയുന്നത് ഇപ്പൊ 0യുടെ വാല്യൂ ഈ ആദ്യത്തെ വാല്യൂ തന്നെയാണ് 0.05. f1 എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി, തൊട്ട് മുന്നേ ഉള്ളതിനെ കുറച്ചാൽ മതി. അതായത് f1 - f0.
F1 എന്താണ് 0.20 മൈനസ് 0.05. അപ്പൊ എന്ത് വരും 0.15 എന്ന് വരും. അടുത്ത് F2 എന്ന് പറയുന്നത് ഇതിങ്ങനെ മൈനസ് ചെയ്താൽ മതി, തൊട്ട് മുന്നേ ഉള്ള മൈനസ് ചെയ്താൽ മതി. F2 മൈനസ് F1 ആണ്. F2 എന്താണ് 0.42. 0.42 മൈനസ് 0.20 ആണ്. അപ്പൊ എന്ത് വരും 0.22 എന്ന് വരും. ഇങ്ങനെ എല്ലാം കണ്ടുപിടിക്കാം. അടുത്ത് F3 എന്ത് വരും, തൊട്ട് മുന്നേ ഉള്ള മൈനസ് ചെയ്താൽ മതിയല്ലോ. F3 മൈനസ് F2, അതായത് F3 0.64 മൈനസ് 0.42 എന്ന് പറയുന്നത് 0.22 ആണ്. ഇനി F4 എന്താണ് F4, ഇതാ ഇങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. F4 മൈനസ് തൊട്ട് മുന്നേ ഉള്ള F3. F4 എന്താണ് 0.81 മൈനസ് 0.64 എന്ന് പറയുന്നത് 0.17 ആണ്. ഇനി അടുത്ത് F5, അതായത് F5 മൈനസ് F4. ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും 0.91 നിന്നും 0.81 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.10 ആണ്. ഇനി ലാസ്റ്റ് F സ്മാൾ എഫ് ആണ്. F6 എന്താണ് F6ൽ നിന്നും F5 മൈനസ് ചെയ്താൽ മതി. അതായത് 1ൽ നിന്നും 0.91. 1 മൈനസ് 0.91 എന്ന് പറയുന്നത് 0.09 ആണ്. F(x) കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു ടേബിൾ ആയിട്ട് ഫോം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ PDF ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ എഴുതാന്ന് വെച്ചാൽ, ഇപ്പോഴാണ് നമുക്ക് PDF ശരിയായിട്ട് കിട്ടിയത്. നമുക്ക് CDF ആയിരുന്നു ഉണ്ടായിരുന്നത്, നമ്മൾ ആ കിട്ടിയില്ലേ, ആ വാല്യൂസ് എല്ലാം കൂടെ ചേർത്ത് പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇതെന്താണ്, ഇത് PDF ആണ്. ഇനി നമുക്ക് മീനും വേരിയൻസും കണ്ടുപിടിക്കണം. ഇതുവരെ ചെയ്തിരുന്നത് നമ്മൾ എടുത്ത് ഇതേ ചെയ്തു. ഇനി മീൻ കണ്ടുപിടിക്കണം. മീൻ എന്താണ്, മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താണ് സിഗ്മ എക്സ് എഫ് ഓഫ് എക്സ് ആണ്. അതായത് എക്സും എഫ് ഓഫ് എക്സും കൂടെ ഇൻറ്റു ചെയ്ത് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അപ്പൊ എന്താണ് 0 ഇൻറ്റു ഫസ്റ്റ് എലമെന്റ് 0 ഇൻറ്റു 0.05 പ്ലസ് 1 ഇൻറ്റു 0.15 പ്ലസ് 2 ഇൻറ്റു 0.22 പ്ലസ് 3 ഇൻറ്റു 0.22 പ്ലസ് 4 ഇൻറ്റു 0.17 പ്ലസ് 5 ഇൻറ്റു 0.10 പ്ലസ് 6 ഇൻറ്റു 0.09. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.97 എന്നാണ്. ഇനി നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ വേണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ആണ്. എക്സിന്റെ സ്ക്വയറും എഫ് ഓഫ് എക്സും കൂടെ ഇൻറ്റു ചെയ്ത് എല്ലാം കൂടെ ആഡ് ചെയ്യും. അപ്പൊ ആദ്യം 0 സ്ക്വയർ ഇൻറ്റു 0.05, 0 സ്ക്വയർ ഇൻറ്റു 0.05 പ്ലസ് അടുത്തെന്താണ് 1 സ്ക്വയർ ഇൻറ്റു 0.15 അല്ലേ, 1 സ്ക്വയർ ഇൻറ്റു 0.15. അടുത്ത് 2 സ്ക്വയർ ഇൻറ്റു 0.22, 3 സ്ക്വയർ ഇൻറ്റു വീണ്ടും 0.22 തന്നെയാണ് പ്ലസ് 4 സ്ക്വയർ ഇൻറ്റു 0.17 പ്ലസ് 5 സ്ക്വയർ ഇൻറ്റു 0.10 പ്ലസ് 6 സ്ക്വയർ ഇൻറ്റു 0.09. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 11.47 എന്നാണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും കിട്ടി, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറും കിട്ടി. കണ്ടുപിടിക്കേണ്ടതാണ് വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സിന്റെ ഫോർമുല എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഇ ഓഫ് എക്സ് സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു 11.47. അതിൽ നിന്നും 2.97ന്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് 2.6491 എന്നാണ്. ഇതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റൻ ആണ്, എക്സ് എന്ന റാൻഡം വേരിയബിളിന്റെ PMF തന്നിട്ടുണ്ട്. PMFനെ നമുക്ക് PXX എന്നും പറയാം. P ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ്, അതേപോലെ PXX എന്നും പറയാം. എന്താണ് PDF അഥവാ PMF തന്നെയാണ്. എക്സിന് 0 വരുമ്പോൾ 0.1 ആണ്, എക്സിന് 1 വരുമ്പോൾ 0.2, എക്സിന് 2 വരുമ്പോൾ 0.3, എക്സിന് 3 വരുമ്പോൾ 0.4, അതർവൈസ് ആണെങ്കിൽ 0 തന്നിട്ടുണ്ട്. ഇനി y എന്താണെന്ന് തന്നിട്ടുണ്ട്. y എന്താണ്, y ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ആണ്. എക്സിന് ആദ്യം കൊടുക്കുന്ന വാല്യൂ എന്താണ് 0 കൊടുക്കാം. വെൻ എക്സ് ഈക്വൽ ടു 0, വെൻ എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ y എത്ര 0 ഇൻറ്റു അല്ലേ, അപ്പൊ 0 അല്ലേ വരുന്നത് y 0. ഇനി വെൻ എക്സ് ഈക്വൽ ടു 1, എക്സിന് 1 കൊടുത്തേ,
എക്സിന് 1 കൊടുക്കുമ്പോൾ y എത്ര കിട്ടും? 1 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 2 അല്ലേ? അപ്പോൾ 0 അല്ലേ കിട്ടുന്നത്? എക്സിന് 3 കൊടുത്തേ, അല്ല 2, എക്സിന് 2, ദെൻ എക്സ് ഈക്വൽ ടു 2. അപ്പോൾ എന്ത് വരും? y എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2. അപ്പോൾ 2 മൈനസ് 2 വരും, 0 ആണ്. അതായത് എക്സിന് 0യും 1ഉം 2ഉം കൊടുക്കുമ്പോൾ വൈക്ക് 0 എന്നുള്ള ഒറ്റ വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. ഇനി എക്സിന് കൊടുക്കുന്ന 3 ആണ്, ദെൻ എക്സ് ഈക്വൽ ടു 3. അപ്പം y എന്ത് വരും? y എന്ന് പറയുന്നത് 3 ഇൻറ്റു 3 മൈനസ് 1 ഇൻറ്റു 3 മൈനസ് 2. അതായത് 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ് 6. അപ്പം വൈക്ക് ആകെ 2 വാല്യൂസേ ഉള്ളൂ, 0യും 6ഉം മാത്രം. ദി പോസിബിൾ വാല്യൂസ് ഓഫ് y ആർ 0 ആൻഡ് 6. Possible values of y are 0 and 6. ഇതിന്റെ ഓർഡിനെ പ്രോബിലിറ്റി നോക്കാം. അതായത് പ്രോബിലിറ്റി ഓഫ് y ഈക്വൽ ടു 0. y 0 വരുന്നത് എപ്പോഴാണ്? പ്രോബിലിറ്റി ഓഫ് എക്സിന് 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 വരുമ്പോഴല്ല, 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 വരുമ്പോഴല്ലേ? എക്സിന് 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 വരുമ്പോഴാണ് വൈക്ക് 0 വരുന്നത്. എക്സിന് 0 അല്ലെങ്കിൽ എക്സിന് 1 അല്ലെങ്കിൽ എക്സിന് 3 വരുമ്പോഴാണ് വൈക്ക് 0 വരുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2. ഇത് ഓർമ്മല്ലേ? പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്താണ്? എക്സിന് 0 വരാനുള്ള പ്രോബിലിറ്റി ആണ് 0.1. എന്താണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1? എക്സിന് 1 വരാനുള്ള പ്രോബിലിറ്റി ആണ് 0.2. എന്താണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2? 2 വരാനുള്ള പ്രോബിലിറ്റി എന്താണ്? 0.3. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.6 എന്ന് കിട്ടും അല്ലേ? ഇനി ഒന്നും കൂടെ ഉണ്ട്, പ്രോബിലിറ്റി ഓഫ് y ഈക്വൽ ടു 6 എന്താണ്? ഇനി വൈക്ക് 6 കൂടെ അല്ലേ ഉള്ളൂ. വൈക്ക് 6 വരുന്നത് എപ്പോഴാണ്? എക്സ് ഈക്വൽ ടു 3 വരുമ്പോഴേ. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 വരുമ്പോഴാണ്. എക്സ് ഈക്വൽ ടു 3 വരുമ്പോഴുള്ള പ്രോബിലിറ്റി എന്താണ്? 0.4 ആണ്. അപ്പം നമുക്ക് വൈയുടെ PDF എഴുതാം. നമുക്ക് വൈയുടെ PDF അല്ലേ വേണ്ടത്? ഫൈൻഡ് ദ PMF ഓഫ് y. നമുക്ക് ആദ്യം PMF ഓഫ് y എഴുതാം. എന്താണ് PMF ഓഫ് y? ഈ ക്വസ്റ്റ്യൻ നടന്ന പോലെ തന്നെ നമുക്ക് PYY എന്ന് എഴുതാം. ക്വസ്റ്റ്യനിൽ PXX എന്നല്ലേ ഉണ്ടായിരുന്നത്. അപ്പൊ അതേപോലെ PYY എന്ന് എഴുതി. എന്തൊക്കെയാണ്? വൈക്ക് കിട്ടുന്ന പ്രോബിലിറ്റി 0 വരുമ്പോൾ 0.6 ആണ്. ദെൻ y ഈക്വൽ ടു 0 വരുമ്പോൾ 0.6 ആണ്. അടുത്ത് വരുന്നത് 0.4 ആണ്. അതെപ്പോഴാണ്? ദെൻ y ഈക്വൽ ടു 6. ഇത്രയല്ലേ ഉള്ളൂ. ഇനി വരുന്നതാണ് 0 അതർവൈസ്. അതായത് വൈക്ക് 0 വരുമ്പോൾ വൈക്ക് 0 വരുമ്പോൾ 0.6 ആണ്. വൈക്ക് 6 വരുമ്പോൾ 0.4 ആണ്. അതർവൈസ് 0 ആണ്. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് y ആൻഡ് വേരിയൻസ് ഓഫ് y. എക്സ്പെക്ടേഷൻ ഓഫ് y വേരിയൻസ് ഓഫ് y എങ്ങനെ കണ്ടുപിടിക്കും? എക്സ്പെക്ടേഷൻ ഓഫ് y എന്ന് പറയുന്നത് സിഗ്മ ബൈ PYY, അതായത് P ഓഫ് y. ഇത് എങ്ങനെ? സിഗ്മ y ഇൻറ്റു PYY അല്ലെങ്കിൽ P ഓഫ് y അല്ലെങ്കിൽ F ഓഫ് y എന്ന് എഴുതാം. അപ്പൊ എന്ത് ചെയ്യാം? സിഗ്മ വൈയുടെ വാല്യൂ പ്രോബിലിറ്റി കൂടെ ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്താൽ മതിയല്ലോ. 0 ഇൻറ്റു 0.6 അതാണ് ഒരു ടൈം. 0 ഇൻറ്റു 0.6. അടുത്തത് 6 ഇൻറ്റു 0.4. ആദ്യത്തെ 0 ആണ്. അടുത്ത 2.4 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ 2.4 എന്നാണ് കിട്ടുന്നത്. എന്ന് കിട്ടി. ഇനി വേണ്ടത് വേരിയൻസ് ഓഫ് y കണ്ടുപിടിക്കണം. വേരിയൻസ് ഓഫ് yക്ക് എന്ത് വേണം? എക്സ്പെക്ടേഷൻ ഓഫ് y സ്ക്വയർ വേണം. അതായത് സിഗ്മ y സ്ക്വയർ P ഓഫ് y. അതായത് yയുടെ സ്ക്വയർ 0 സ്ക്വയർ ഇൻറ്റു 0.6 പ്ലസ് 6 സ്ക്വയർ ഇൻറ്റു 0.4. അപ്പൊ ഇത് 0 ആണ്. 6 സ്ക്വയർ 36 ഇൻറ്റു 0.4 നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 14.4 എന്നാണ്. ഇനി എന്താണ് വേണ്ടത്? വേരിയൻസ് ഓഫ് എക്സ്, വേരിയൻസ് ഓഫ് y. വേരിയൻസ് ഓഫ് y എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് y സ്ക്വയർ മൈനസ് ഇ ഓഫ് y ദ ഹോൾ സ്ക്വയർ.
എക്സ്പെക്ടേഷൻ ഓഫ് y സ്ക്വയർ 14.4 ആണ് മൈനസ് ഇ ഓഫ് y എന്താണ് 2.4 അതിന്റെ ഹോൾ സ്ക്വയർ ആണ്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് 8.64 എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ശരിക്കും വായിച്ചു നോക്കുക. എന്താണ് പറയുന്നത്? എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സെൻസ് ഡാറ്റ ഇൻ ദി ഫോം ഓഫ് പാക്കറ്റ്സ് ഓഫ് ഫിക്സഡ് ലെങ്ത്. ഫിക്സഡ് ലെങ്ത് ഉള്ള പാക്കറ്റ്സ് ആയിട്ടാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. നോയ്സ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ മേ ഒക്വർ എ പാക്കറ്റ് ടു ബി റിസീവ്ഡ് ഇൻകറക്ട്ലി. ഈ പാക്കറ്റ് ഇൻകറക്റ്റ് ആയിട്ടാണ് റിസീവ് ചെയ്യണമെങ്കിൽ ഒരു നോയ്സ് പ്രൊഡ്യൂസ് ആകും. ഇഫ് ദിസ് ഹാപ്പൻസ്, ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, അതായത് നോയ്സ് ഉണ്ടാവുകയാണെങ്കിൽ, ദി പാക്കറ്റ് ഈസ് റീട്രാൻസ്മിറ്റഡ്. ആ പാക്കറ്റിനെ റീട്രാൻസ്മിറ്റ് ചെയ്യും. Let the probability that a packet is received incorrectly be P. ഇൻകറക്റ്റ് ആയിട്ട് ഒരു പാക്കറ്റ് റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് പി എന്ന് എടുത്തിരിക്കുന്നത്. ഡിറ്റർമിൻ ദ ആവറേജ് നമ്പർ ഓഫ് ട്രാൻസ്മിഷൻസ് ദാറ്റ് ആർ നെസസറി ബിഫോർ എ പാക്കറ്റ് ഈസ് റിസീവ്ഡ് കറക്റ്റ്ലി. അങ്ങനെയാണെങ്കിൽ ഒരു പാക്കറ്റ് കറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്യാനുള്ള ആവറേജ് നമ്പർ ഓഫ് ട്രാൻസ്മിഷൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആണ് എടുത്തിരിക്കുന്നത്. എത്ര പ്രാവശ്യം ട്രയൽ ചെയ്യുമ്പോഴാണ് ഈ പാക്കറ്റ് കറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്യുന്നതാണ് എക്സ്. എക്സ് എന്ന് പറയുന്നത് ദി നമ്പർ ഓഫ് ട്രാൻസ്മിഷൻസ് until the packet is received correctly. Let x be a random variable denote the number of transmissions until the packet is received correctly. ഇനി ഈ പി എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഇല്ലേ? അപ്പൊ നമ്മൾ ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് എടുക്കുന്നത് റിസീവ്ഡ് കറക്റ്റ്ലി. ഇൻകറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് പി. അപ്പൊ കറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് ക്യൂ. നമ്മൾ എടുത്തതാണ് ഈ ക്യൂ എന്ന്. ഈ പി തന്നിട്ടുണ്ട്. എക്സ് എന്താണ്? ദി നമ്പർ ഓഫ് ട്രാൻസ്മിഷൻസ് അണ്ടർ ദ പാക്കറ്റ് ഈസ് റിസീവ്ഡ് കറക്റ്റ്ലി. പി എന്താണ്? ദി പ്രോബിലിറ്റി ഫോർ ഇൻകറക്ട്ലി റിസീവ്ഡ് പാക്കറ്റ്. ക്യൂ എന്താണ്? ദി പ്രോബിലിറ്റി ഫോർ കറക്റ്റ്ലി റിസീവ്ഡ് പാക്കറ്റ് അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ പി ഡി എഫ് തയ്യാറാക്കാം. പി ഡി എഫ് എന്താണ്? അതായത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമേ കറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്തതുമാണ്. ആദ്യമേ കറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആദ്യമേ കറക്റ്റ് ആയി ക്യൂ ആണ്. ആദ്യമേ കറക്റ്റ് ആയി അത് ക്യൂ ആണ്. അടുത്തത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടാമതാണ് കറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്തത്. രണ്ടാമത് ക്യൂ ആണ്. രണ്ടാമത് കറക്റ്റ് ആയി. പക്ഷെ ആദ്യം തെറ്റിയതാണ്. ആദ്യം തെറ്റി. ആദ്യം പിയും അടുത്ത ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്താണ്? എക്സ് ഈക്വൽ ടു 3 എന്താണ്? മൂന്നാമതാണ് കറക്റ്റ് ആയത്. അപ്പൊ ആദ്യം 2 തവണ തെറ്റി. ആദ്യം 2 തവണ പി സ്ക്വയർ പിന്നെയാണ് ക്യൂ ശരിയായത്. ആദ്യം 2 തവണ ശരിയായിട്ടാണ് തെറ്റിയിട്ടാണ് അത് ശരിയായത്. അടുത്ത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 4 ആണെങ്കിൽ എന്ത് വരും? 3 തവണ തെറ്റി പി ക്യൂ പിന്നെ ശരിയായി. ഇങ്ങനെ വരികയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എൻ എന്താണ്? എക്സ് ഈക്വൽ ടു എൻ പി റൈസ് ടു എൻ മൈനസ് 1 പിന്നെ ഒരു ക്യൂ കൂടെ. ഇതല്ലേ? ഇങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? ആവറേജ് നമ്പർ ഓഫ് ട്രാൻസ്മിഷൻസ് അണ്ടർ ദ പാക്കറ്റ് ഈസ് റിസീവ്ഡ് കറക്റ്റ്ലി എന്നാണ്. ഇങ്ങനെ എത്ര ആവറേജ് നമ്പർ ഓഫ് ട്രാൻസ്മിഷൻസ് ഉണ്ടാവുന്നതാണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇതല്ലേ? എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. ആ സംഭവം തന്നെ സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? എക്സും പി ഓഫ് എക്സും കൂടെ എല്ലാം കൂടെ ഇൻറ്റു ചെയ്യണം. അതായത് ആദ്യത്തത് എക്സിന് 1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1. ആദ്യം 1 കൊടുത്തു. അടുത്തെന്താണ്? 2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2. അടുത്തെന്താണ്? 3 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3. പ്ലസ് ഇങ്ങനെ പോയിട്ട് n ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു n. ഇത്രയല്ലേ? ചെയ്ത് നോക്കാം. 1 ഇൻറ്റു എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 അത് ക്യൂ ആണ്. 1 ഇൻറ്റു ക്യൂ. 2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്താണ്? പി ക്യൂ ആണ്. അടുത്ത് 3 ഇൻറ്റു എക്സ് ഈക്വൽ ടു 3യുടെ പ്രോബിലിറ്റി എന്താണ്? പി സ്ക്വയർ ക്യൂ ആണ്. എക്സ് ഈക്വൽ ടു 4ന്റെ പ്രോബിലിറ്റി എന്താണ്? 4 ഇൻറ്റു പി ക്യൂബ് ക്യൂ. ഇങ്ങനെയല്ലേ പോകുന്നത്? ഇങ്ങനെയല്ലേ പോകുന്നത്? എല്ലാത്തിൽ നിന്നും ഒരു പി അല്ല ക്യൂ പുറത്തെടുക്കാം. ബാക്കി എന്ത് വരും? 1 പ്ലസ് 2p പ്ലസ് 3p സ്ക്വയർ പ്ലസ് 4p ക്യൂബ് പ്ലസ് എക്സെട്രാ ഇല്ലേ? എന്താണ് ഇത്? ഈ ടേം എന്താണ്? 1 പ്ലസ് 2p പ്ലസ് 3p സ്ക്വയർ പ്ലസ് 4p ക്യൂ പ്ലസ് എക്സെട്രാ എന്ന് പറയുന്നത് ഒരു ക്യൂ ഉണ്ട്. ബാക്കി എന്താണ്? 1 മൈനസ് പി ദ ഹോൾ റൈസ് ടു -2ന്റെ എക്സ്പാൻഷൻ ആണ് അല്ലേ? പഠിച്ചിട്ടില്ലേ?
1 മൈനസ് പി ദ ഹോൾ റേസ് ടു മൈനസ് 2 എക്സ്പാൻഷൻ ആണ് 1 പ്ലസ് 2p പ്ലസ് 3p സ്ക്വയർ മൈനസ് പ്ലസ് 4p ക്യൂബ്. ഇപ്പൊ എല്ലാം പ്ലസ് ആണ്. അതായത് 1 മൈനസ് പി ദ ഹോൾ റേസ് ടു മൈനസ് 2 എന്ന് പറയുന്നത് 1 പ്ലസ് 2p പ്ലസ് 3p സ്ക്വയർ പ്ലസ് 4p ക്യൂബ് പ്ലസ് എക്സെട്ര. ഇവിടെയും മൈനസ് ആണ്, ഇവിടെയും മൈനസ് ആണ്. ഇതിന്റെ എക്സ്പാൻഷൻ ആണ് ഈ സംഭവം. ഇതിനെങ്ങനെ എഴുതാം? അതായത് q ബൈ 1 മൈനസ് പി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ആവറേജ് നമ്പർ ഓഫ് ട്രാൻസ്മിഷൻസ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.